സഹോദരങ്ങളെ, എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ എല്ലാ സുഖങ്ങളും ദുനിയാവിൽ ഒഴിവാക്കിക്കൊണ്ട് പടച്ചവന്റെ പരലോകത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എല്ലാവരും കൂടി പോവുകയാണ്. ആ മരണം കടന്നു വരുമ്പോ ആ മരണം നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാറിൽ നിന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമ്പോ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വാപ്പ മരിച്ചാൽ, നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമ്മുടെ ചെറിയ മക്കൾ മരിച്ചാൽ, നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. നമുക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ഒരുപാട് കാലം ദീനീപരമാകുന്ന അറിവുകൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവ് ഇന്നലെ രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു. അല്ലാഹു ആ പ്രിയപ്പെട്ട ഉമ്മ സാറാ ബീവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബർ അല്ലാഹു വിശാലമായി കൊടുക്കുമാറാകട്ടെ, സ്വർഗ്ഗം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്നലെ രാത്രി 9 മണിയാകുമ്പോ ഞാൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോ ഉസ്താദ് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഉമ്മ പോയി ഞാൻ അനാഥനായി, ഉമ്മ പോയി ഞാൻ അനാഥനായി. ഞാനിത് കണ്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനങ്ങാൻ കഴിയാതിരുന്നു പോയി. കാരണം അതൊരു വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ്. കാരണം പ്രിയപ്പെട്ട മാതാവ് തന്റെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോ ഒരിക്കലും താങ്ങാൻ കഴിയാതെ ഹൃദയത്തിൽ നിന്ന് തട്ടിയിട്ടുള്ള ഒരു വേദനയാണ് ഉസ്താദിന്റെ പ്രിയപ്പെട്ടവരെ എഴുതിയിരിക്കുന്നത്. അതാണ് മരണം എന്ന് പറയണേ. മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മാതാവിലേക്ക് മരണം വന്നാൽ, നമ്മുടെ പിതാവിലേക്ക് മരണം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരങ്ങളിലേക്ക്, നമ്മുടെ കൂടെ കിടന്ന ഭാര്യ, ഭർത്താവ്, മക്കള്, ചെറിയ മക്കള്, അവരുടെ ചാരത്തേക്ക് മരണം എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയില്ല. അതാണ് ഉസ്താദ് പറഞ്ഞത്, ഉമ്മ പോയി ഞാൻ അനാഥരായി. അതൊരു വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹു പ്രിയപ്പെട്ട ഉസ്താദിന് അള്ളാഹു ശമം നൽകി ലഭിക്കുമാറാകട്ടെ. അള്ളാഹു പ്രിയപ്പെട്ട ഉമ്മാക്ക് നല്ലൊരു മരണമാണ് കൊടുത്തത്. അതാ മരണം വെള്ളിയാഴ്ച രാവിലെ നല്ലൊരു ദിവസത്തിൽ അൽഹംദുലില്ലാഹ് മുഹറം മാസത്തിൽ വിട പറയാൻ കഴിഞ്ഞു. അള്ളാഹു പ്രിയപ്പെട്ട മാതാവിന്റെ മണ്ണറ അള്ളാഹു മണിയരാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനെന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെ ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം പോലും ചിലപ്പോ പ്രയാസത്തിലാകും. അതിനുമാകുന്ന പ്രവാചകനാകുന്ന നിമിതങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മരണം എന്ന് പറയുന്നത് ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കരിക്കുമ്പോ, അധികാരത്തിൽ അഹങ്കരിക്കുമ്പോ, ആർഭാടത്തിൽ അഹങ്കരിക്കുമ്പോ, സുഖങ്ങളിൽ അഹങ്കരിക്കുമ്പോ, അല്ലാഹു തന്റെ നിഅമത്തിൽ അഹങ്കരിക്കുമ്പോ നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് മരണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, നമ്മുടെ മരണം നന്നാക്കാൻ കഴിയണം. 60, 70, 80 കൊല്ലം നമ്മൾ ദുനിയാവിന്റെ തുരുപ്പുറത്ത് ജീവിച്ചു എന്നുള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നിദാനം എന്ന് പറയുന്നത്. ആ ജീവിച്ച വർഷങ്ങൾ കൊണ്ട് നമ്മുടെ അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ നന്നാക്കി സ്വർഗത്തിൽ കിടക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ വിശ്വാസികളോടും കഴിഞ്ഞ മജ്‌ലിസിനോട് പറഞ്ഞതുപോലെ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ എന്ന് പറയുന്ന അങ്ങനെയുള്ള ദിക്റുകളും ദുആകളെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ ഈമാനോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മരണപ്പെടാൻ കഴിയും. അല്ലാഹുവേ, നല്ല മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ അല്ലാഹു നീ മണിയറയാക്കി അനുഗ്രഹിക്കണേ തമ്പുരാനെ.